ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതത്തെ കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ നമുക്ക് നമ്മളെ ഒരുക്കാം. നമുക്ക് ദൈവവചനം ഭക്ഷിക്കുവാൻ ഈ മോർണിംഗ് മന്നയിലേക്ക് നമ്മളെ തന്നെ തയ്യാറാക്കാം. നിങ്ങളേവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് 100% മാരകമാണ് എന്നതാണ്. 100% മാരകമാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഒരു വേദഭാഗം അതിനാധാരമായി വായിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപക്ഷെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ പലവിധമായ പകർച്ചവ്യാധികൾ, ഒരുപാട് മാരകമായതൊക്കെ ഉള്ളത് നമുക്കറിയാം. ഒരുപാട് പേർ അതുമൂലം മരണപ്പെടുന്നതും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ശരിയായ വൈദ്യ ചികിത്സയിലൂടെ പല രോഗങ്ങൾക്കുമുള്ളതായ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നുണ്ടാവാം. ക്ഷയരോഗത്തിന്റെയും മലേറിയയുടെ ഒക്കെ കാര്യത്തിൽ എന്ന പോലെ അതിനെയൊക്കെ ഈ പണ്ടത്തേക്കാളൊക്കെ ഒരുപാട് അതിന്റെ മരണനിരക്ക് കുറച്ചിട്ടുണ്ട്. എന്നാലും 1.6 ദശലക്ഷം മരണങ്ങളിൽ മരണസംഖ്യയിൽ ഏറ്റവും മാരകമായ രോഗം HIV അഥവാ എയ്ഡ്സ് ആണ്. എന്നിരുന്നാലും പുതിയ വൈദ്യ ചികിത്സകൾ രോഗബാധിതരുടെ ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഒരു രോഗം അത് ചികിത്സിച്ചില്ലെങ്കിൽ 100% മരണനിരക്ക് ഉയരും. അതായത് ഈ HIV ബാധിതരായവർ, എയ്ഡ്സ് ബാധിച്ചവരൊക്കെ അതിന് ചികിത്സ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ആയുർദൈർഘ്യം കുറച്ചുകൂടി കൂട്ടാം. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിലോ നിശ്ചയമായും അവരുടെ മരണനിരക്ക് വേഗത്തിലാവും. അതുപോലെ തന്നെ പേവിഷം, ഓരോ വർഷവും ഏകദേശം 55,000 ആളുകൾ ഈ പേവിഷബാധയിലൂടെ മരിക്കുന്നതായിട്ടാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. അതിലേറ്റവും കൂടുതൽ മരിക്കുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണെന്നാണ് പറയുന്നത്. പാപം എന്ന് പറയുന്നത് ഒരു പേവിഷബാധ പോലെയാണ്. പക്ഷെ പാപം പിടിപെടാൻ ഈ പേവിഷ ഏൽക്കാൻ നായ കടിക്കേണ്ടതുണ്ട് മിക്കവാറുമൊക്കെ. എന്നാൽ പാപത്തിന്റെ വിഷമേൽക്കുവാൻ നായ കടിക്കേണ്ടതില്ല. നിർഭാഗ്യവശാൽ ഈ ഗ്രഹത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരിലേക്കും ഈ പാപം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്നതിൽ നിന്ന് ദൈവം അവരെ തടഞ്ഞു. അതിനാൽ അവർക്ക് ഭക്ഷിക്കാനും എന്നേക്കും ജീവിപ്പാനും കഴിഞ്ഞില്ല. അമർത്യരായി എന്ന് വിളിക്കപ്പെടുന്ന നിത്യമായി ജീവിക്കാനുള്ള സമ്മാനം ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്ന വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അവർ അത് തെറ്റിച്ചതുകൊണ്ട് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പെട്ടെന്ന് മരിക്കാതിരുന്നത് ഒരുപക്ഷെ ദൈവത്തിന്റെ കാരുണ്യം മാത്രമായിരിക്കാം. എന്നാൽ നമ്മൾ ഓരോരുത്തരും മർത്യരായി ജനിച്ചവരാണെങ്കിലും ആ ഏക മനുഷ്യന്റെ പാപത്താൽ നമ്മൾ എല്ലാവരും മർത്യരായാണ് ജനിച്ചത്. എന്ന് വെച്ചാൽ മരിക്കേണ്ടവരായിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അത് പാപത്തിന്റെ ശമ്പളമാണ്. എന്നാൽ നമ്മുടെ രക്ഷകനിലൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്താണ്? അമർത്യതയാണ്. അതാണ് നമ്മൾ വായിച്ചത്: ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വേദപുസ്തകം നമുക്കൊരു പ്രത്യാശ നൽകുന്നു. ആദമിൽ എല്ലാവരും മരിക്കുന്നു. ആദം പാപം ചെയ്തത് കൊണ്ട് ആദം മരിക്കേണ്ടവനായി മാറി. ആദമിലൂടെ ജനിച്ച എല്ലാവരും മരണത്തിന് യോഗ്യരായി മാറുന്നു. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദം മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിച്ചത് കൊണ്ട് ആദമിന് മരിക്കേണ്ടി വന്നില്ല. അങ്ങനെ ആദമിന് വേണ്ടി ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടി കൂടിയാണ്. കാരണം ആദമിലൂടെ ഞാനും പാപിയായി മാറി. അങ്ങനെ ആദമിന്റെ മരണത്തിന്റെ ശമ്പളം ക്രിസ്തു ഏറ്റെടുത്തത് കൊണ്ട് ആദമിന്റെ സന്തതിയായിരിക്കുന്ന എന്റെയും മരണത്തിന്റെ ശമ്പളം ക്രിസ്തു ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? നിത്യജീവൻ ലഭ്യമാകുന്നു. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തുവിനെ കൂടാതെ പാപത്തിന്റെ രോഗവിഷാണു 100% മാരകമാണ്. എന്താണ്? ക്രിസ്തു ഉണ്ടെങ്കിൽ ഈ പാപത്തിന്റെ വിഷം എന്ത് ചെയ്യാം? അത് പരിഹരിക്കപ്പെടും, മരണത്തിന് കാരണമാവുകയില്ല.
അതിൽ ക്രിസ്തുവില്ലെങ്കിൽ അത് 100% മരണകാരണമായി മാറപ്പെടും. അപ്പൊ ദൈവിക സ്നേഹം തികഞ്ഞ വിജയം വാഗ്ദാനം ചെയ്യുന്ന ഒരു കുത്തിവയ്പ്പാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. എന്താണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുത്തിവയ്പ്പ് എന്ന് പറയുന്നത്? യോഹന്നാൻ 3:16 എന്താണത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അപ്പോ അതാണ് ആ കുത്തിവെപ്പ്. അത് നമ്മൾ സ്വീകരിച്ചാൽ, ആ കുത്തിവെപ്പ് സ്വീകരിച്ചാൽ അത് എന്താ പറയുന്നത്, ഒരു വാക്സിനേഷൻ പോലെയാണ്. അത് മുൻകൂർ എടുക്കാം നമുക്ക്. അതങ്ങനെ എടുത്താൽ ഈ പാപത്തിന്റെ വിഷം നമ്മൾ കടന്നു വന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, നിത്യമരണത്തിന് വിധേയപ്പെടുകയില്ല. അത് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഈ കുത്തിവെപ്പെടുപ്പാൻ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന കുത്തിവെപ്പെടുപ്പാൻ നിങ്ങളൊക്കെ തയ്യാറാകുമെങ്കിൽ നമുക്ക് മരണത്തെ ഭയപ്പെടാതെ ഈ മരണത്തിന്റെ വിഷം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മൾ നിത്യമായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ നിശ്ചയമായും അത് ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതായ നിത്യജീവൻ നമുക്ക് അവകാശപ്പെടാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ജന്മദിനം ഓർക്കുന്നവരെയും നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ രാവിലത്തെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണമാണ്, എന്നാൽ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി അത് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുവാനും ആ പാപത്തിന്റെ വിഷം ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നിത്യതയിലേക്ക് നിത്യമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവെ, അവിടുന്ന് വചനം കേട്ട എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നില്ല സ്തോത്രം. അവിടുന്ന് അതിന്റെ മുമ്പാകെ പ്രവർത്തിച്ച് അവരുടെ വിഷയങ്ങൾക്ക് അവിടുന്ന് പരിഹാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ജന്മദിനം ഓർക്കുന്നവരെയും ഈ സമയം ഓർക്കുന്ന കർത്താവെ, അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ആവശ്യമാകുന്ന എല്ലാ ആരോഗ്യവും ബലവും കൊടുത്ത് സഹായിക്കുകയും ചെയ്യണമേ. ദൈവനാമ മഹത്തിനെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മളാൽ നിറയ്ക്കുകയും അങ്ങയുടെ വരവിനെ ഇടങ്ങളെ ഒരുക്കുകയും ചെയ്യണം. സകലതും യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.